ഇനി ഇവിടെ ഇത് പറ്റൂല എന്നാ പറഞ്ഞത്. എന്താ പറ്റില്ല എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ പ്രവർത്തനം, അവരുടെ വേഷമിട്ട് നടക്കുക, അവിടെ മതപ്രചരണം നടത്തുക, അതുപോലെ തന്നെ അവരുടെ ബാക്കി കാര്യങ്ങൾ നടത്തുക, അതൊന്നും ഇനി പറ്റൂല എന്നാ പറഞ്ഞത്. ഉടനെ കൺവേർഷൻ ആരോപിക്കുകയാണ്. അവിടെ സഭയുടെ വക്താക്കൾ തന്നെ പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഒരു പള്ളിയുടെ, ക്രിസ്ത്യൻ പള്ളിയുടെ അതിൻ്റെ ജൂബിലി, അതെന്തോ ആണ് പരിപാടി, അതിന് വന്നതാണ്. വേഷം കണ്ടാൽ ഉടനെ പിടികൂടുകയാണ്, ആക്രമിക്കുകയാണ്. അതെ, ആണ്ട് കുർബാന അതിന് പോയതാ. അപ്പോൾ വേഷം കണ്ടാൽ, ആളെ കണ്ടാൽ ഉടനെ മുൻവിധിയോടുകൂടി ആക്രമിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാണ് പറഞ്ഞത്, ഇന്ത്യ രാജ്യത്ത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഭരണം മാറിയപ്പോൾ അവർക്ക് ഭരണഘടനയില്ല, നിയമവുമില്ല, ഒന്നുമില്ല. ഇത് ഒരു സംസ്ഥാനത്ത് മാത്രമല്ല, വ്യാപകമായി വരികയാണ്. ഇതാണ് പിന്നെ ഇവർ ഭരിക്കുന്ന കക്ഷികൾ മുതലക്കണ്ണീരാണ് ഒഴുക്കുന്നത് എന്നും നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലാൻഡ് ആയിട്ടുള്ള അവരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു അക്രമമാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അവരെന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക, അവരെന്നെ അക്രമം നടത്തുക, എന്നിട്ട് ജാമ്യം ഏതായാലും കിട്ടൂലേ. 10-12 ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടൂല. അത് ഇന്ത്യൻ നിയമം അനുസരിച്ച് ആർക്കായാലും കിട്ടൂലേ. എന്നിട്ട് അത് പോയി ആഘോഷിക്കുക. എന്തൊരു വിവരങ്ങളുമായി സജു തോമസും കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബും ചേരുന്നുണ്ട്. ആദ്യം സജുവിലേക്ക്. സജു, 2 ദിവസമായി പരാതി നൽകാൻ പോലും, പോലീസിനെ സമീപിക്കാൻ പോലും ഭയക്കുന്ന തരത്തിലാണ് ആക്രമിക്കപ്പെടുന്നത്. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തുടർക്കഥയായി നമ്മൾ ഈ വാർത്ത കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. വൈദികരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത്. ഈ ഛത്തീസ്ഗഡിലെ സംഭവത്തിന് ശേഷം ഒരു 20 ദിവസം പോലും ആയിട്ടില്ല ഈ ആക്രമണം കൂടി നടക്കുന്നത്. ഏതു തരത്തിലാണ് പ്രതിപക്ഷം ഇതിൽ പ്രതിഷേധമുയർത്തുന്നത്? സഭ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഈ ആക്രമിക്കപ്പെട്ട ആളുകൾ പരാതിയുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടോ? തന്നെ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഈ ആക്രമണത്തിനിരയായ വൈദികർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കളക്ടർക്ക് പരാതി നൽകുമെന്ന് തന്നെയാണ്. അതായത് ഈ വിഷയം 6-ാം തീയതി രാത്രിയാണ് സംഭവം നടക്കുന്നത്. അതിനുശേഷം പോലീസിൽ അവർ പരാതി നൽകിയിൽ അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇവർ താമസിക്കുന്ന ഈ പ്രദേശമെന്ന് പറയുന്നത് സംഘപരിവാർ അനുകൂലികൾ അധിവസിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പരാതി നൽകുകയാണെങ്കിൽ പിന്നീട് അവിടെ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അവർ പരാതി നൽകിയിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നിയമ നടപടികളിലേക്ക് നീങ്ങാൻ വേണ്ടി ആലോചിക്കുകയാണ്. സഭയുടെ പിന്തുണ ലഭിച്ചു കഴിഞ്ഞാണ് ഇന്നലെ അവർ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഇപ്പോൾ കളക്ടർക്കുള്ള ഒരു പരാതിയായിട്ടാണ് ആദ്യം നൽകാൻ ഒരുക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അത് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമായിട്ട് നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് ഒരു സംഭവമുണ്ട്. അതിനുശേഷം ആ മുറിവുണങ്ങുന്നതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒഡീഷയിലും സമാനമായി തന്നെ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും ആക്രമിക്കുന്ന ഒരു സമീപനം സംഘപരിവാർ സംഘടനകൾ, പ്രത്യേകിച്ച് ബജരംഗദൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വലിയ ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ ഈ അധിക്ഷേപ വർഷങ്ങളുമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളെ അടക്കം ആക്രമിക്കാൻ വേണ്ടി ഇവർ മുതിർന്നു. പക്ഷേ അവരെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റിയതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടതെന്നാണ് ഇന്നലെ വൈദികൻ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ CBCA തന്നെ 11 മണിയോടുകൂടി ഒരു പ്രതികരണം നടത്താൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഔദ്യോഗികമായിട്ട് തന്നെ ഒരു പരാതി നൽകാൻ വേണ്ടി ഒരുങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിക്ക് അവർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും സഭയുടെ നിലപാട് കൂടുതൽ വ്യക്തമാവുക. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പാർലമെന്റിൽ 4 എംപിമാരാണ് ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സഭ നിർത്തിവെച്ച് ചർച്ചകളെന്ന് ആവശ്യപ്പെട്ടാണ് വിവിധ എംപിമാർ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ, അതുപോലെ അടൂർ പ്രകാശ് MP, അതോടൊപ്പം തന്നെ K സുധാകരൻ, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള എംപിമാരാണ് ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിവിധ എംപിമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള മറുപടി നൽകണമെന്നും മതസ്വാതന്ത്ര്യം ഇന്ത്യയിൽ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ക്രിസ്ത്യൻ മതങ്ങൾക്ക് അതുപോലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ തുടർക്കഥയായി വരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് സഭാ നേതൃത്വം കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാത്തതെന്നുള്ള ആക്ഷേപം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ആക്ഷേപ വർഷങ്ങളും അധിക്ഷേപങ്ങളുമാണ് ഈ ക്രിസ്ത്യൻ മത പുരോഹിതർക്കും കന്യാസ്ത്രീകൾക്കും നേരെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 6-ാം തീയതി ഉണ്ടായ സംഭവത്തിൽ ഇതുവരെ അവർ പരാതി നൽകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഭയം കൊണ്ട് തന്നെയാണ്. ഇന്നലെ നമ്മോട് പ്രതികരിച്ച ലിജോ
അശ്വത് നിലപ്പേൽ എന്ന് പറഞ്ഞ ആ അച്ഛൻ, അതായത് ആ ഫാദർ നമ്മളോട് പ്രതികരിച്ചത് തങ്ങൾക്ക് ഭയമാണ്, അവർ അധിവസിക്കുന്ന മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് അവരുടെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെയാണ്. അതായത് ഈ 6-ാം തീയതി അവരുടെ ഒരു ആണ്ട് കുർബാനയായിട്ട് ബന്ധപ്പെട്ട്, മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് 1 വർഷം തികഞ്ഞതിന്റെ ആണ്ട് കുർബാനയായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ, അതായത് തദ്ദേശനായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയുടെ അവരുടെ ആവശ്യപ്രകാരം അവരുടെ ഭവനത്തിലേക്ക് പോവുകയും അവിടെ പ്രാർത്ഥനയും കുർബാനയും കഴിഞ്ഞ് അവർ മടങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 70-ലധികം വരുന്ന സംഘപരിവാർ അനുകൂലികൾ ഇവരുടെ വാഹനം തടഞ്ഞു നിർത്തുകയും ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഇവരെ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇവരുടെ മൊബൈലുകൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചു, പിന്നീട് അത് മടക്കി നൽകിയെന്ന് പറഞ്ഞു. ഇവരെ വലിയ ആക്രമണങ്ങളുണ്ടായി, ശാരീരികമായിട്ട് വലിയ തോതിൽ ഇവരെ ആക്രമിച്ചില്ലെങ്കിൽ പോലും വലിയ തരത്തിൽ ഇവരെ അസഭ്യം പറഞ്ഞുവെന്നും ഇവരെ ആക്രമിക്കാൻ പോകുന്നു. ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് BJD അല്ല, BJP ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മതപരിവർത്തനം നടക്കാൻ പോകുന്നില്ല, അത് ഇനി ഇവിടെ സാധ്യമല്ല എന്നുള്ള തരത്തിലേക്ക് അവരെ ആക്ഷേപിക്കുന്ന തരത്തിലേക്കാണ് സജു, അതുതന്നെയാണ് ഈ സംഘപരിവാറുകൾക്കിടയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ പരാതിയുമായി പോകാൻ പോലും അവർ ഭയക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ മുന്നോട്ട് വരും എന്നുള്ള കാര്യമാണ് അവിടെ നിന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്.